പിടിച്ചതല്ല പുലി കാണ്ടാമൃഗത്തിന്റെ തോലിട. നമസ്കാരം, കേരളജനക്കൂട്ടം വിക്കിടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നൂറിനാട് സ്റ്റേഷൻ വരെ പോയി വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോഴാണല്ലോ മറ്റുള്ളവരെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. ഇന്ന് അവനകത്തായി, നാളെ ഞാൻ അകത്താവും, മറ്റന്നാൾ നീ അകത്താവും. അപ്പം എൻ്റെ വേടമോനെ കൊണ്ടുപോയാലും കുഴപ്പമൊന്നുമില്ല, അവനെ തിരിച്ച് ഭദ്രമായിട്ട് പറഞ്ഞു വിടും. ഇത്തിരിക്ക് സാധനം പിടിച്ചാനാണ്. പിന്നെ അവൻ്റെ പേര് പ്രശസ്തമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാവിയെ ബാധിക്കാൻ തക്കവണ്ണം ആൾക്കാർ പലതരത്തിലുള്ള സംഭവങ്ങളും പുറപ്പെടുവിപ്പിക്കുമെങ്കിലും കാര്യങ്ങളൊന്നുമില്ല. എന്തോ ഇല്ലേ പറയുന്നത്, കാര്യമില്ലാത്തൊരു കാര്യങ്ങൾ ഇരുന്ന് സംസാരിക്കുക ഇല്ലേ. നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോകുമ്പോൾ സംഭവം പയ്യനെ പിടിച്ചു. 1 കിലോ വരെ നമുക്ക് ജാമ്യം കിട്ടും. 1 കിലോയിൽ മുകളിലാണെന്നുണ്ടെങ്കിൽ ഒരു 60 ദിവസം വരെ പെൻഡിങ് ആണ്. 20 കിലോ കൂടുതലാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ജയിലിൽ കാണാം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പിടിച്ചതല്ല പുലി കാണ്ടാമൃഗത്തിന്റെ തോലിട. കറക്റ്റായിട്ട് വന്നത്. നമുക്കൊന്നുകൂടെ വീഡിയോയിലോട്ട് പോവാം. ഇവിടെ ഇരുന്ന് തൊലിക്കാനാണെങ്കിൽ എഴുന്നേറ്റ് പോടാത്തായാലേ അപ്പുറത്ത്. പിടിച്ചതല്ല പുലി കാണ്ടാമൃഗത്തിന്റെ തോലിട. ഈ സിന്തറ്റിക് ഡ്രഗ്സിനെ കുറിച്ചൊക്കെ വേടൻ പറഞ്ഞത് വൈറലായിട്ട് അധിക കാലമായില്ല. ആരും സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കരുത്, അത് ചെകുത്താനാണ്, മാതാപിതാക്കൾ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നൊക്കെ തൃശ്ശൂരിൽ നടന്ന ഒരു പരിപാടിയിൽ കഴിഞ്ഞ ആഴ്ചയാണ് വേടൻ പറഞ്ഞത്. ആരും ലഹരിക്ക് അടിമപ്പെടരുത്, ചേട്ടന്റെ സ്ഥാനത്ത് നിന്നാണ് ഇത് അതിനെന്താ തെറ്റെന്താ? ആരും ലഹരിക്ക് അടിമപ്പെടരുത്, സിന്തറ്റിക് ഡ്രഗുകൾ ഉപയോഗിക്കരുത്, അത് നല്ല കാര്യമല്ലേ പറഞ്ഞത്. പിന്നെ അവനെ പിടിച്ച കഞ്ചാവായിട്ടാണ്. കഞ്ചാവിടാ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. കഞ്ചാവ് തെറ്റാണ് എന്നൊക്കെ വേടൻ പറയുന്നുണ്ട്. അങ്ങനെ ഉപദേശിക്കലും ഒപ്പം സ്വന്തം വീട്ടിൽ കഞ്ചാവും ഇത് ഒത്തുപോകുന്നില്ലല്ലോ. ശരൺ വലിയ കുണ്ണയാണ്. ശരൺ എല്ലാം അറിയാം. അത് ആ ശരൺ ഒത്തുചേരുന്നു പോകുന്നില്ലല്ലോ. ശരൺ രണ്ടി. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടിരുന്നത് ശരണാണ്. ആ പ്രതികരണത്തിന് ശേഷം ഇപ്പോൾ വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് തന്നെ കഞ്ചാവ് പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ രാവിലെ തന്നെ പറഞ്ഞിരുന്നതാണ്. ഭയങ്കര വലിയ ന്യൂസ് ആക്കുക, ഭയങ്കര വലിയ ആളുകളിലേക്ക് എത്തിക്കുക. കൊച്ചി സിറ്റി കമ്മീഷണർ കമ്മു എന്നൊക്കെ പറയുന്നു. കൊച്ചി സിറ്റി പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ഊർജിതമാക്കുകയാണെന്നുള്ളത് പറഞ്ഞിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് കഞ്ചാവ് പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ലഭ്യമായിരിക്കുന്നത്. കഴിഞ്ഞ കുറെ കാലമായി തന്നെ എക്സൈസ് ആണെങ്കിലും പോലീസ് ആണെങ്കിലും ഇങ്ങനെ സിനിമാ താരങ്ങളെയും ഒപ്പം തന്നെ സിന്തറ്റിക് ഡ്രഗുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 10 പേര് അടിച്ചാൽ 2 പേര് മരിച്ചു. അതിനകത്ത് അവൻ പറഞ്ഞതിനകത്ത് എന്താ തെറ്റ്? ഉള്ള കാര്യമല്ലോ. നമ്മുടെ അമ്മയപ്പനെ കിടക്കുന്ന കാര്യമാണ്. ഞാൻ എല്ലാ ദിവസം എത്ര അമ്മയപ്പനാണ് എന്റെ അടുത്ത് വന്ന് കാല് പിടിക്കുന്ന മക്കൾ. അപ്പോ എനിക്കിത് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ നിങ്ങളുടെ ചേട്ടനാണല്ലോ. സംഭവം ചേട്ടനാ വശത്തായി. 2 വർഷം മുമ്പുള്ള ന്യൂസ്. ഇതൊക്കെ എന്തിനാ എനിക്ക് എന്ന മലയാളം റാപ്പിലൂടെ ശ്രദ്ധേയനായ തൃശൂർ മുളങ്കുന്നത്ത് കാവ് സ്വദേശി വേടൻ എന്ന ഹിരൺദാസ് മുരളിയെ കഞ്ചാവുമായി എക്സൈസ് സംഘം പിടികൂടി. വാഹന പരിശോധനയ്ക്കിടയിലാണ് ഹിരൺദാസ് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പിടിയിലായത്. അന്ന് അവൻ അത്ര വലിയ ഫേമസ് അല്ലായിരിക്കാം. ഇന്നിപ്പോൾ അവനത് ഫേമസ് ആയതുകൊണ്ട് ഇപ്പൊ പണ്ണൂർ വാർത്ത വന്നു. ഇത് മറുനാടൻ അപരാധി എന്ന് പറഞ്ഞ ചാനലാണ് വന്നേക്കുന്നത്. ഇയാളുടെ പക്കൽ നിന്നും 11 ഗ്രാം കഞ്ചാവാണ് കണ്ടെടുത്തത്. NDPS ആക്ട് പ്രകാരം കേസെടുത്തു. സംഭവത്തെപ്പറ്റി എക്സൈസ് പറയുന്നത് ഇങ്ങനെയാണ്. ഹിരൺദാസും 3 സുഹൃത്തുക്കളും മൂന്നാറിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്നു. വഴിയിൽ സാധാരണ പോലെ പരിശോധനകൾ നടത്തുന്നതിനിടയിലാണ് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ പരിശോധിച്ചത്. കാറിലുണ്ടായിരുന്നവരെ വിശദമായി പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ഹിരൺദാസിന്റെ വേഷപ്രകൃതം കണ്ട് സംശയം തോന്നി വിശദമായി പരിശോധിച്ചപ്പോൾ അടിവസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തിയതോടെ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് കൊണ്ടുവരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വിഷ്ണു സുരേഷാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ.
വേടൻ അകത്തോട്ട് കയറിയിട്ട് കുറച്ച് നേരം ആയുള്ളൂ. പിന്നെ പുറത്തോട്ട് വരുന്നതിനെ കുറിച്ച് ബാക്കിയുള്ളവരാണ് ചർച്ച ചെയ്യുന്നത്. 5 മിനിറ്റിന് മുകളിലോട്ട് ഈ വീഡിയോ കൊണ്ടുപോകുന്നതിന് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. നമ്മുടെ ഒരു സഹപ്രവർത്തകനെ പോലീസ് കൊണ്ടുപോയി, അതിൻ്റെ ചടങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് അവനെ വെറുതെ വിടും. ഇത് ന്യൂസാക്കുന്ന നിൻ്റെയൊക്കെ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. എൻ്റെ ഉദ്ദേശം 4 പേര് കാണണം, പൈസ ഉണ്ടാവും, ഒരുപാടൊന്നും കാശ് വേണ്ട എനിക്ക്. അങ്ങനെ ബഹുമാനപ്പെട്ട വേടൻ, അതാണ് ഇന്നത്തെ എല്ലാവരുടെയും കണ്ടന്റ്. ഞാനും കണ്ടന്റാക്കി. ഇന്ന് അവനാണ്, നാളെ ഞാൻ, മറ്റന്നാൾ നീ. കേരളജനക്കൂട്ടം ആരും ലഹരികൾ ഉപയോഗിക്കാതിരിക്കുക. കണ്ട മൃഗത്തിന്റെ താങ്ങ